ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ മലയാളി സമാജത്തിൻ്റെ ന്യൂ ഇയർ പരിപാടിക്ക് പോയ വീഡിയോ ആണ് കേട്ടോ ഞാൻ ഇട്ടിരിക്കുന്നത്. അവിടുത്തെ കുറച്ച് ഡാൻസ് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും മുഴുവനായിട്ടും കാണണേ. ഇവിടെ നമ്മൾ ഓണപ്പരിപാടി നടത്തിയത് ഇവിടെ വെച്ച് തന്നെയായിരുന്നു. ആ സമയത്ത് ഇവിടെ വടംവലിയും ഒത്തിരി മത്സരങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടത്. നല്ല വിശാലമായിട്ടുള്ളൊരു ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് പരിപാടികളൊക്കെ നടത്താൻ പറ്റും. പിന്നെ ഇതാ കുട്ടികളിപ്പോൾ ഇന്ന് കുറച്ച് ഡാൻസ് പരിപാടിയൊക്കെ ഉണ്ട്, അതിന് വേണ്ടി ഒരുങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ പരിപാടി എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞങ്ങൾ കുറച്ച് നേരത്തെ ചെന്ന കാരണം ആൾക്കാരൊക്കെ വന്ന് തുടങ്ങണതേ ഉള്ളൂ. അപ്പോൾ അത് ആൾക്കാരൊക്കെ എത്തി തുടങ്ങണതേ ഉള്ളൂ കേട്ടോ. അതാണ് കസേരയൊക്കെ കൂടുതലും കാലിയായിട്ട് കിടക്കണത്. 6 മണിക്ക് എല്ലാവരോടും എത്താൻ പറഞ്ഞാണ്, പക്ഷേ എല്ലാവരും ഒക്കെ 8 മണിയൊക്കെ ആയപ്പോഴാണ് വന്നത്. ഇതാ നാളെ ഇവിടെ ഒരു കല്യാണം ഉള്ളതുകൊണ്ടാണ് ഈ മണ്ഡപം ഇങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഇവിടെ നിൽക്കും രണ്ടുപേരും കൂടെ, ഒരു ഫോട്ടോ എടുക്കുക. ദേവു ദേവു അപ്പോൾ ഇതാ നമ്മൾ പിന്നെ ഇപ്പോൾ പരിപാടിയൊക്കെ തുടങ്ങാൻ പോണെന്ന് പറഞ്ഞ കാരണം അകത്തേക്ക് കയറി ഇരിക്കുവാണ് കേട്ടോ. അപ്പോൾ അതാ ദേവൂട്ടന് കളിക്കാനായിട്ടൊരു കൂട്ട് കിട്ടിയിട്ടുണ്ട്. ആ കുട്ടി ഇതാ മുഖത്തൊക്കെ പിടിച്ച് ചെറുതായിട്ടൊക്കെ ഇങ്ങനെ തോണ്ടിയെ കളിക്കുകയൊക്കെ ചെയ്യണുണ്ട്. രണ്ടാളും കൂടെ കുറച്ച് നേരമൊക്കെ കളിച്ച് പിന്നെ ഇതാ അവിടെ ഓരോരുത്തർ പ്രസിഡൻറ്റിനെയും സെക്രട്ടറിനെയൊക്കെ വിളിക്കാനും അങ്ങനെയൊക്കെ അവർ കുറച്ച് എന്തൊക്കെയാണ് നമ്മൾ ഈ സമാജത്തിൽ ചെയ്യണത്, കുറച്ച് കാര്യങ്ങളും അതിൻ്റെ കണക്ക് വിവരങ്ങളൊക്കെയാണ് ആദ്യം പറഞ്ഞത്. അത് കഴിഞ്ഞിട്ടായിരുന്നു പിന്നെ ഡാൻസ് പരിപാടിയൊക്കെ. അപ്പോൾ ഇവിടുത്തെ കുറേ ആൾക്കാർക്കൊക്കെ നമ്മൾ എന്ന് വെച്ചാൽ ഈ അനാഥാലയത്തിലുള്ള കുട്ടികൾക്ക് കുറേ കാര്യങ്ങളൊക്കെ സ്കൂളിലേക്ക് വേണ്ട കാര്യങ്ങളും അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഇവർ ഈ സമാജത്തിൻ്റെ പൈസ കൊണ്ടൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മളെയും കൂടെ അവർ അറിയിച്ചതാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ ഉള്ളവർക്ക് വേണ്ടി ചെയ്യണമെന്നൊക്കെ അവരെല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തന്നായിരുന്നു. അപ്പോൾ ഇതാ വേദൂസ് ദേവൂട്ടനെ കൊണ്ട് കുറേ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരുന്നു. അവനൊരു സ്ഥലത്ത് അടങ്ങിയിരിക്കണില്ല. അത് കാരണം കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ രണ്ടുപേരും കൂടെ നടന്ന്, പിന്നെ അവന് കഴിക്കാൻ കുറച്ച് ഫുഡൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചൊക്കെ അതൊക്കെ കൊടുത്ത കാരണം വലിയ കുഴപ്പമില്ലാണ്ട് ഇരിക്കുമായിരുന്നു. അതിനായി നമ്മുടെ സമാജം പ്രസിഡന്റിനെ ക്ഷണിച്ചോളൂ. കൈയടിച്ച വിളക്കൊളുത്തന്നെ കൈയടിക്കണ്ട, കൊളുത്തുമ്പോഴേക്കും കൈയടിക്കണ്ട. ദയവായി എല്ലാവരും സ്റ്റാൻഡ് ചെയ്ത് നിൽക്കുക പ്ലീസ്. അതുപോലെ ഇദ്ദേഹത്തോടൊപ്പമുള്ള സാമാജിക കാര്യങ്ങളൊക്കെയാണ് ഇവിടെ രാജ്യാന്തര. പിന്നെ അതാ അടുത്തത് ഡാൻസിൻ്റെ പരിപാടി തുടങ്ങാൻ പോയിന് കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു തീം അവർ അവതരിപ്പിച്ചതാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികളുടെ ഓരോ കാര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നല്ല സൂപ്പറായിട്ട് തന്നെ അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതായിരുന്നു അടുത്ത് നടക്കാൻ പോണത്. ये बताएंगे कि तुम ही रचयिता और तुम ही सबसे सुंदर रचना हो, तुम ही मीठी सी लोरी, तुम ही मधुर सा सपना हो, तुम घर की लक्ष्मी, तुम ही घर का पत्थर हो, हे नाम तुम दुर्गा माँ. ഇതിൽ കുറച്ച് സോങ്ങായിരുന്നു ആദ്യം വന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആ സോങ് ഇതിൽ പ്ലേ ചെയ്യുമ്പോഴത്തേനും ഇനി എന്തെങ്കിലും യൂട്യൂബിലെ വീഡിയോയ്ക്ക് ബുദ്ധിമുട്ടാകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ സോങ് പ്ലേ ചെയ്യാത്ത കേട്ടോ. അപ്പോൾ ഒരു കുട്ടി സ്കൂൾ വിട്ട് വന്നിട്ട് അമ്മയുടെ കയ്യിൽ ബാഗ് കൊടുത്തിട്ട് പിന്നെ അവൾ കൂട്ടുകാരുടെ കൂടെ കളിക്കാൻ പോകണമൊക്കെയാണ് കാണിക്കുന്നത്. പിന്നെ അമ്മ തിരിച്ച് വിളിച്ചിട്ട് ഫുഡൊക്കെ കൊടുത്ത് പിന്നെ രാത്രി ഉറങ്ങി പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് സ്കൂളിൽ പോകുന്നു. അതാണിപ്പോൾ ജസ്റ്റ് അവരൊരു ചെറിയ രീതിയിൽ കാണിച്ചത്. അപ്പോൾ പെൺകുട്ടികൾക്ക് നേരെ ഉണ്ടാകണ ഓരോ അക്രമങ്ങളുടെ കാര്യങ്ങളൊക്കെയാണ് അവരിതിലൂടെ കാണിക്കുന്നത്. അപ്പോൾ ആ കുട്ടിക്ക് ഫുഡൊക്കെ കൊടുത്ത് ഉറക്കി പിന്നെ പിറ്റേ ദിവസം കുട്ടി സ്കൂളിൽ പോയിട്ട് പിന്നെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ള രീതിയാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത് കേട്ടോ. നന്നായിട്ട് അവതരിപ്പിച്ച് എല്ലാ പെൺകുട്ടികളും നല്ല രീതിയിൽ തന്നെ അത് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇതുപോലെ ഈ പാട്ടുകളൊക്കെ കുറച്ച് വരണ കാരണം നമുക്ക് ഈ കോപ്പിറൈറ്റ് വന്നതുകൊണ്ടാണ് അതൊന്നും പ്ലേ ചെയ്യാൻ പറ്റാത്തത്.
നല്ല രീതിയിൽ തന്നെ അവരെല്ലാവരും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. अरे ये तो छोटी बच्ची है। अरे आपको भी कौन सा फर्क पड़ता है? बेटा यहाँ कहीं आइसक्रीम का शॉप है? आप मुझे दिखा सकते हो? പിന്നെ അതായത് അവർ അവരുടെ കുട്ടീനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ വന്ന് പരാതിപ്പെടണതാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇതിങ്ങനെ ഒരു ഡ്രാമ പോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇടക്ക് പാട്ടുകൾ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പാട്ടൊക്കെ ഞാനതാണ് ഇങ്ങനെ മ്യൂട്ടാക്കി വെച്ചത്. നല്ലൊരു തീമായിരുന്നു കേട്ടോ അവർ അവതരിപ്പിച്ചത്. അപ്പോൾ പോലീസിൽ അമ്മ വന്ന് കംപ്ലയിൻറ്റ് ചെയ്ത് അങ്ങനെ പിന്നെ കുട്ടീനെ കണ്ടുപിടിക്കാനും പിന്നെ ഇതുപോലെ ഡ്രഗ്സിന് അടിമയായിട്ടുള്ള കുറേ ആൾക്കാരുടെ അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെയാണ് അവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇടക്ക് ഓരോ പാട്ടുകളൊക്കെ ആയിട്ടുണ്ട് അതിനകത്ത്. അങ്ങനെ നല്ലൊരു നമുക്കൊരു ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അവർ കാണിച്ചിരിക്കുന്നത്. ഇത് പിന്നെ ഇതാ അമ്മ മകളെക്കുറിച്ച് ഓർക്കണതാണ്. പാവക്കുട്ടീനെയൊക്കെ എടുത്ത് പിടിച്ച് നിൽക്കുമ്പോൾ മോള് വന്നതായിട്ടൊക്കെ അങ്ങനെ മകളുടെ ഓർമ്മയാണ് ഇപ്പോൾ കാണിക്കണത്. അങ്ങനെ അവർക്ക് മകളെ നഷ്ടപ്പെട്ടു എന്നുള്ളൊരു പെട്ടെന്നുള്ളൊരു ഇത് കാരണം അവർ കരയണതും അങ്ങനെയുള്ള കുറേ സങ്കടകരമായ കുറേ സീനൊക്കെയാണ് കേട്ടോ അതിനകത്ത്.
പിന്നെന്താ ഒരു ക്ലാസിക്കൽ ഡാൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്, നല്ലതായിരുന്നത്. ചെറിയ കുട്ടികളൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു. ഓണത്തിനാകുമ്പോഴത്തേനും കൂടുതൽ പരിപാടികളൊക്കെ ഉണ്ടാവും കേട്ടോ. തിരുവാതിര, പിന്നെ പിള്ളേരുടെ തന്നെ വെറൈറ്റി പല പല ഡാൻസൊക്കെ ഉണ്ടാകും. നമ്മളിത് ന്യൂ ഇയർ പരിപാടി പിന്നെ രാത്രിയും കൂടെ വെച്ചിരിക്കുന്ന കാരണം ഒത്തിരി പരിപാടികളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ലായിരുന്നു. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് ക്ലാസിക്കൽ ഡാൻസാണ്. ഇതാ അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ്. എന്നിട്ട് ഇതാ പിള്ളേരെല്ലാം ഇവിടെ ഓടിക്കളിക്കുവാണ്, കുറച്ച് നേരം കഴിഞ്ഞിട്ട് പോകാമെന്നും പറഞ്ഞിട്ട്. അങ്ങനെ പരിപാടിയെല്ലാം സൂപ്പറായിരുന്നു. അപ്പോൾ എല്ലാവരും ചാനൽ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണേ. ചാനൽ വരെ